ഹായ് സുഹൃത്തുക്കളെ, നെറ്റ് ഡിസംബർ 2025 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരു മാസം മുന്നേ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ ചില സബ്ജക്റ്റുകളുടെ ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഫൈനൽ ആൻസർ കീ NTA പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അതിൽ കുറേ തെറ്റുകളുണ്ടായിരുന്നു. ഫൈനൽ ആൻസർ കീയിലും തെറ്റുകളുണ്ടായിരുന്നു. കാൻഡിഡേറ്റ്സ് ഓൾറെഡി പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം ചലഞ്ചസ് ഒന്നും ചില വിഷയങ്ങളുടെ കേസിൽ ആ ചലഞ്ചസ് ഒന്നും അംഗീകരിച്ചില്ല. തെറ്റുകൾ ഫൈനൽ ആൻസർ കീയിലും കടന്നുകൂടി. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു എക്സ്പെർട്ട് പാനലിനെ വെക്കുകയും ആ എക്സ്പെർട്ട് പാനലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചില സബ്ജക്റ്റുകളുടെ കേസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NTAയുടെ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ugcnet.nic.nic.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ലെഫ്റ്റ് സൈഡിൽ പബ്ലിക് നോട്ടീസിന്റെ അവിടെ നിങ്ങൾക്ക് കാണാം ഫൈനൽ ആൻസർ കീ ഫോർ UGC-NET ഡിസംബർ 2025 ഇൻ കംപ്ലൈൻസ് ഓഫ് ഓർഡേഴ്സ് ഓഫ് ദി ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് ഡൽഹി. അതായത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി പ്രകാരമാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഈ ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് സുപ്രധാനമാണ്. ഹിസ്റ്ററി, കൊമേഴ്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഹിന്ദി. ഈ 5 വിഷയങ്ങളാണ്. ഹിസ്റ്ററി, കൊമേഴ്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഹിന്ദി. ഒരുപാട് പേര് ഹിസ്റ്ററിയിലൊക്കെ കുറെ തെറ്റുകൾ ഫൈനൽ ആൻസർ കീയിൽ ഉണ്ടെന്ന് നമ്മുടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ് ഈ വിധി. 1-2 മാർക്കിനൊക്കെ നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഫൈനൽ ആൻസർ കീ ഒന്നുകൂടെ വീണ്ടും അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. NTAയുടെ വെബ്സൈറ്റിൽ പോവുക. ഇവിടെ പബ്ലിക് നോട്ടീസിന്റെ അവിടെ കൃത്യമായിട്ട് ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഫൈനൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ. ചേഞ്ച് ചെയ്ത ചോദ്യങ്ങൾ മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഐഡിയും അതിന്റെ കറക്റ്റ് ഓപ്ഷൻ നമ്പറും വെച്ചിട്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഹിസ്റ്ററിയുടെ ഇവിടെ ഉണ്ട്. ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്നത് കൊമേഴ്സ് ആണ്. ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷയാണ് കൊമേഴ്സുകാരുടെയും ക്വസ്റ്റ്യൻ ഐഡിയും അതിന്റെ കറക്റ്റ് ഓപ്ഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പരീക്ഷ എഴുതിയ ആളുകൾ ചെക്ക് ചെയ്യുക. എക്കണോമിക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് എഡ്യൂക്കേഷന്റെ ആൻസർ കീയിലും ചേഞ്ച് ഉണ്ട്. എത്ര ആൻസേഴ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ ഇതിൽ വ്യക്തമല്ലാതെ ഉദ്യോഗാർത്ഥികൾ നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ ആൻസേഴ്സ് ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ദെൻ എഡ്യൂക്കേഷൻ ഉണ്ട്, അതിനുശേഷം ഹിന്ദി. ഇങ്ങനെ ഈ 5 സബ്ജക്റ്റുകളുടെ ആൻസർ കീയിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ആൻസർ കീ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. പ്രത്യേകിച്ചും 1-2 മാർക്കിന് അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്കുകൾക്ക് നെറ്റ് JRF ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ കീ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നെറ്റിന്റെ നമ്മുടെ നേരത്തെ കണ്ട വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നെറ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ചെക്ക് ചെയ്യാം. നെറ്റിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ആക്റ്റീവ് ആണ്, ലിങ്ക് ആക്റ്റീവ് ആണ്. അവിടെ നിങ്ങളുടെ റോൾ നമ്പറും മറ്റ് ക്രെഡൻഷ്യൽസും അടിച്ചു കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾ പാസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ ഉറപ്പാക്കുക. ഇതിൽ ഇനിയും കുറെ വ്യക്തതകൾ വരാനുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള വ്യക്തത NTA വരുത്താനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ ഇതേ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റിസൾട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, പാസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റും എത്രയും പെട്ടെന്ന് തന്നെ വിജയിച്ച ആളുകൾക്ക് സർട്ടിഫിക്കറ്റും എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അത്തരം അപ്ഡേറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.